തആല ഇൽമിലോ ജനങ്ങൾക്കിടയിലോ സ്ഥാനം കൊടുക്കുമ്പോൾ അസൂയാലുക്കൾ ഉണ്ടാകും. അത് ആലിമീങ്ങൾക്ക് വെച്ചതാ. ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാവുക ആലിമീങ്ങളോട് അസൂയ ഉണ്ടാവുക ആലിമീങ്ങൾക്ക് തന്നെയാണ്. ഉലമാരോട് അസൂയ ഉണ്ടാവുക ഉലമാർക്ക് തന്നെയാണ്. അത് സാധാരണയാണ്. പണക്കാരോട് അസൂയ ഉണ്ടാവുക പണക്കാർക്കാണ്. രാഷ്ട്രീയക്കാരോട് അസൂയ ഉണ്ടാവുക രാഷ്ട്രീയക്കാർക്കാണ്. ഏത് സംഗതിയും അങ്ങനെ തന്നെയാണ്. തുണിക്കച്ചവടക്കാരനോട് അസൂയ ഉണ്ടാവുക തുണിക്കച്ചവടക്കാരനാണ്. പൊന്നുകച്ചവടക്കാരനോട് ജ്വല്ലറിക്കാരനോട് അസൂയ ഉണ്ടാവുക ജ്വല്ലറിക്കാരനാണ്. ഇതിന്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് അസൂയക്കാരുണ്ടായി. ആ അസൂയക്കാരായ ആളുകൾ അന്ന് ഗവൺമെന്റിനെതിരെ തീവ്രവാദികളായി പുറപ്പെട്ട ചില കക്ഷികൾ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഷാഫി ഇമാമിനും പങ്കുണ്ടെന്ന് പ്രചരണം നടത്തി. ഭരണാധികാരി തെറ്റിദ്ധരിക്കാൻ കാരണമായി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടുവന്നു. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയുടെ മുന്നിൽ വെച്ച് വിശദമായി വിഷയങ്ങൾ വിവരിച്ചപ്പോ ഭരണാധികാരിയുടെ മനസ്സിൽ നിന്ന് സംശയങ്ങൾ നീങ്ങി. മഹാനവറുകൾക്ക് ഭരണാധികാരി വലിയ സമ്മാനം കൊടുത്തു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് പുറപ്പെട്ടു. ചുരുക്കി പറയുകയാണ്, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് ഇറാഖിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഇറാഖിൽ പിടിച്ചുകൊണ്ടുപോയതും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ തെറ്റിദ്ധാരണകൾ പരത്തിയതായിരുന്നു അസൂയക്കാര്. ആ അസൂയക്കാര് പറഞ്ഞ തെറ്റിദ്ധാരണയുടെ കാരണത്താൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഇറാഖിൽ ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോയി. ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കി പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കല് പറഞ്ഞു, നിങ്ങൾ രാജ്യത്തെയാണ് കുറ്റം പറയുന്നതെങ്കിൽ ആ രാജ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്ന രാജ്യമാണ്. അല്ലാഹുവിന്റെ വഹി ഇറങ്ങിയ രാജ്യമാണ്. നിങ്ങൾ ആ നാട്ടുകാരെയാണ് കുറ്റം പറയുന്നതെങ്കിൽ അവിടുത്തെ നാട്ടുകാര് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ മുഹാജിരികളും അൻസാരികളുമായ സഹാബികളാണ്. മദീനക്കാര് നിങ്ങൾ കൂട്ടിപ്പറയല്ല. അപ്പ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ആ മഹാപണ്ഡിതൻ പറഞ്ഞു, മഅദല്ലാഹി അൻ നത്അന അലൈഹിം, ഒരിക്കലും തന്നെ ഞാൻ മദീനക്കാരെ പറഞ്ഞിട്ടില്ല, ഞാൻ മദീനയെയും പറയുന്നില്ല, ഞാൻ പറയുന്നത് മസ്അലപരമായ ചർച്ചയാണ്. അങ്ങനെ ആ ചർച്ചയിൽ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മസ്അലയുടെ വിഷയങ്ങൾ നന്നായി വിശദീകരിച്ചെന്ന് പറഞ്ഞപ്പോ ഭരണാധികാരിയുടെ മുന്നിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാചകങ്ങൾ കേട്ടപ്പോ ഭരണാധികാരി പറഞ്ഞു, കൂടുതൽ പറയൂ നിങ്ങള്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടങ്ങ് പറഞ്ഞു, തഅല്ലമൂ മിൻ ഖുറൈശ്, ഖുറൈശികളിൽ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? വലാ തുഅല്ലിമൂഹാ, ഖുറൈശികളെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകണ്ടെന്നും പറഞ്ഞിട്ടില്ലേ? വഖദ്ദിമൂ ഖുറൈശൻ, ഖുറൈശികളെ മുന്തിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? വലാ തുഅഖിറൂഹാ, ഖുറൈശികളെ പിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? എങ്ങനെ പറഞ്ഞിട്ട് ഖുറൈശികളുടെ മഹത്വം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സംസാരിച്ചപ്പോ അവിടെ കൂടെ ഇരുന്ന് ചർച്ചയ്ക്കിരുന്ന പ്രതിപക്ഷത്തുള്ള പണ്ഡിതൻ ആ പറഞ്ഞതൊക്കെയും അംഗീകരിച്ചു. ഭരണാധികാരി 500 ദീനാർ എടുത്ത് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് സമ്മാനം കൊടുത്തു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതാ അവിടെ നിന്ന് പിന്നീട് തിരിച്ചു. ചുരുക്കി പറയട്ടെ സഹോദരന്മാരെ, വീണ്ടും മക്കയിലേക്ക് വന്നു. അതിനുശേഷമാണ് മഹാനവറുകൾ വീണ്ടും ഇറാഖിലേക്ക് പോയി. അങ്ങനെ 3 പ്രാവശ്യം ഇറാഖിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള പണ്ഡിതന്മാരിൽ മുഴുവനും വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്. അന്ന് വാദപ്രതിവാദത്തിൽ മറുവശത്തിരുന്ന പണ്ഡിതന്റെ ഗ്രന്ഥം വില എത്രയെന്ന് നോക്കാതെ കൊടുത്ത് വാങ്ങിയിട്ട് പഠിച്ചുകൊണ്ടായിരുന്നു സംവാദത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൂടെ ഇരുന്ന പണ്ഡിതനെ അവിടെ ഇരുത്തിക്കളഞ്ഞത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമൊക്കെ ആദ്യം വാങ്ങി പൂർണ്ണമായി വായിച്ച് പഠിച്ചിട്ടായിരുന്നു. അതിന് എത്ര പണം ചെലവാകുമെന്ന് ഷാഫി ഇമാം ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ എതിരാളികളെ ഗ്രന്ഥങ്ങളും നന്നായി വായിച്ച് പഠിച്ച് പണ്ഡിതന്മാരുമായി സംവാദത്തിൽ ഏർപ്പെട്ട് മഹാനവരുടെ മഹത്വം എല്ലാവർക്കും വ്യക്തമായി ബോധ്യപ്പെടുന്ന വിധത്തിൽ, അവിടുത്തെ മഹത്വം അവിടുന്ന് പ്രകടമാകുന്ന വിധത്തിൽ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്തി. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പിന്നീട് ഞാൻ ചുരുക്കി പറയുകയാണ്, അവസാനം ഈജിപ്തിലേക്ക് പോയി. അതിനിടയ്ക്ക് മക്കയിൽ വരുന്നുണ്ട് പോകുന്നുണ്ട്. പിന്നീട് ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ ബഹുമാനപ്പെട്ടവർ ഈജിപ്തിലേക്ക് പോയതിനു ശേഷം അവിടെ നീണ്ട ദർസാണ്. ആ ദർസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഇറാഖിൽ ചെന്നപ്പോൾ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ശിഷ്യന്മാർ.
അങ്ങനെ ധാരാളം ശിഷ്യന്മാരുണ്ടായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പിന്നീട് ഈജിപ്തിലേക്ക് പോയപ്പോൾ ചുരുക്കി പറയട്ടെ, സദാ സഹീഹുൽ ബുഖാരി നമ്മൾ മറിച്ചു നോക്കിയാൽ സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ് തന്നെ ഹദ്ദസനൽ ഹുമൈദിയു എന്ന് പറഞ്ഞിട്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരംഭിക്കുന്നത്. ആ ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ആ ശിഷ്യനായ ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൽ ഞങ്ങൾ ധാരാളം പഠിച്ചു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ധാരാളം മനസ്സിലാക്കി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഈജിപ്തിലേക്ക് പോയപ്പോ കൂടെ പഠിക്കാൻ വേണ്ടി ഞങ്ങളും ഈജിപ്തിലേക്ക് പോവുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് പറയുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നാട്ടിൽ ഞങ്ങൾ പഠിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മറ്റൊരു നാടായ സ്ഥലത്തേക്ക് പോയപ്പോൾ ഞങ്ങളും അവിടുത്തോടു കൂടെ അങ്ങോട്ട് പോവുകയാണ് പഠിക്കാൻ വേണ്ടി ചെയ്തത്. കാരണം അതുപോലൊരു പണ്ഡിതനെ ആ കാലഘട്ടത്തിൽ, ഇത്ര വലിയ വലിയ പണ്ഡിതന്മാരുള്ള കാലഘട്ടത്തിൽ അതുപോലെ ഇൽമുള്ള ഒരു പണ്ഡിതനെ, അതുപോലെ ഖുർആൻ മനസ്സിലാക്കുന്ന ഒരു പണ്ഡിതനെ, അതുപോലെ ഹദീസിൽ നിയമം കണ്ടെത്താൻ കഴിയുന്ന ഒരു പണ്ഡിതനെ, അതുപോലെ ഭാഷാ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനെ, അതുപോലെ ബുദ്ധിശക്തിയുള്ള ഒരു പണ്ഡിതനെ ലോകം വേറെ കണ്ടിട്ടില്ല, അതിനുശേഷവും കണ്ടിട്ടില്ല. ഞങ്ങൾ അവിടുത്തേക്ക് അവിടുത്തോടു കൂടെ പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് ചെയ്തതെന്ന് മഹാനായ ഇമാം ഹുമൈദി റളിയല്ലാഹു തആല അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തിയിട്ട് ധാരാളം എഴുതിയത് കാണാം. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ദർസ് നാദാപുരത്ത് വെച്ച് വഅദ് പറയുമ്പോൾ 7 ദിവസത്തെ വഅദിന്റെ കൂട്ടത്തിൽ ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലും ഖുർആനോത്തിലുമൊക്കെ ആയി ഒരുമിച്ച് കൂടി ഒരാൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചാൽ അദ്ദേഹത്തിന് ഉംറ ചെയ്ത പ്രതിഫലം കിട്ടും എന്ന് ഞാൻ എൻ്റെ വഅദിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ അടുത്ത് ഒരു ദിവസം ഒരാൾ എന്നെ ടെലിഫോൺ ചെയ്തു. അയാൾ എന്നോട് ചോദിച്ചു, ഞങ്ങള് ആ വഅദ് കേട്ടത് മുതൽക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ സൂര്യൻ ഉദിക്കുമ്പോ തന്നെ നിസ്കരിക്കലാണ് എന്റെ പതിവ്, അങ്ങനെയാണോ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, സൂര്യൻ ഉദിച്ച് കുറച്ച് ഉയർന്നിട്ടാണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അയാള് അത് ശരി, എന്നാ പിന്നെ ഇനി അങ്ങോട്ട് അങ്ങനെ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരു പക്ഷേ എന്റെ പ്രസംഗത്തിൽ പറയുമ്പോൾ വിട്ടുപോയതാണോ, അല്ലെങ്കിൽ പറഞ്ഞയാൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അയാൾ ഉറങ്ങിപ്പോയതാണോ എന്നും അറിയില്ല. അയാൾ CD കേട്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് വലിയ ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുന്ന അമലാണല്ലോ, ദിക്റിൽ ഇങ്ങനെ കൂടുക, സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നവരെ. അതിങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും, ഇങ്ങനെയാണല്ലോ ഉള്ളത്. പക്ഷേ നമ്മൾ സാധാരണയായി നമ്മുടെ ഉസ്താദുമാരിൽ നിന്നൊക്കെ നമ്മൾ കണ്ടത് സുബഹി നിസ്കരിച്ച ഉടനെ ജലാലിനി ദർസ് നടത്താൻ ഇരിക്കുന്നതാണ്. ജലാലിനി ദർസ് നടത്താൻ വേണ്ടി ഉസ്താദ് ഇരിക്കുന്നതാണ് നമ്മൾ ഉസ്താദുമാരിൽ കണ്ടത്. ഈ വിനീതനായ ഞാനും സുബഹി നിസ്കരിച്ചാൽ കഴിയുമെങ്കിൽ രാവിലെ ജലാലിനി ദർസ് നടത്തലാണ് കഴിയുമെങ്കിൽ ചെയ്യാറുള്ളത്. അപ്പൊ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ അതിനെപ്പറ്റി ഒരു സംശയം ഇങ്ങനെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചരിത്രം വായിച്ചപ്പോൾ ഞാൻ കണ്ടു, കാന ശാഫിഈ യുസല്ലിൽ ഫജ്റ ഫിൽ മസ്ജിദി ثم ينصرف الى مجلسه فيه ويختلف اليه التلاميذ من كل صنف. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പള്ളിയിൽ സുബ്ഹി നിസ്കരിക്കും, നിസ്കരിച്ചു കഴിഞ്ഞാൽ മഹാനവറുകൾ ദർസിന്റെ മജ്ലിസിലേക്ക് പോകും.